നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ ബിഗ് ബോസ് ഇപ്പൊ കാണാറുണ്ട് ജിൻഡോ? ഇടയ്ക്ക് കാണും. ഇപ്പൊ ആരാ കൂടുതൽ ഗെയിം നന്നായിട്ട് കളിക്കുന്നത്, ജിൻഡോനാ ഒരു ഇതില്? അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയട്ടില്ല, നമ്മൾ അനീഷ് ഇപ്പോഴും പറയാറുണ്ട് ഒരു 4 വർഷത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളി പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നാറില്ല ആളങ്ങനെ. അതായത് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം വെച്ചാൽ ഈ കണ്ടിട്ടുണ്ടെങ്കിൽ ആളങ്ങനെയല്ല കളിക്കാം. പക്ഷെ അനീഷ് എന്ന വ്യക്തിക്ക് അത് ചില ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ ഈ തവണ എന്നെ വിളിച്ചിട്ടുണ്ടാവും, ഞാൻ പോയില്ല. പോകാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആർക്കും ആരുടെ ഒരു റെസ്പെക്ട് ഇല്ല. അതായത് ഇപ്പൊ ഇവിടത്തേക്ക് ചെല്ലുന്ന എല്ലാവരെയും അവർ മടക്കി കയ്യിലടിച്ച് മുടിക്ക് പിടിച്ച് നിലത്തടിച്ചിട്ട് അവർ പോണേ. എല്ലാവരെയും ലാലേട്ടനടക്കം അവരെല്ലാവരും എന്താ പറയാ, അത് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ലാലേട്ടൻ എന്നെ എന്തൊക്കെ വഴിക്ക് പറഞ്ഞു, എന്തൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ടാവും. എന്നെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തേ, അത്രയും കൈകാലം പിടിച്ചിട്ടാണ് ഞാൻ ഗംഭീരം കെട്ടിപ്പിടിച്ച് പറയാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറിയത്. പക്ഷെ ആ കേരളമാണ് എനിക്ക് ഗുണം കിട്ടിയത്. എന്താ കാരണം അവിടെ നിന്ന് ഞാൻ പഠിച്ചു, ഞാനിവിടെ തെറിയുണ്ടാക്കിയാൽ ശരിയാവില്ല. കാരണം നമ്മളത്രയും കണ്ടുപോയിട്ടും പക്ഷെ തെറി പറയാനുള്ള കാരണം എന്താ, നമ്മളിങ്ങനെ അവരെ അടിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ അടിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുള്ളൂ. ഈ സീസണിൽ ഇപ്പൊ ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരു പേഴ്സൺ ആരായിരിക്കും ജിൻഡോയുടെ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അറിയോ, ഞാൻ പറയട്ടെ, ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോ പറയണോ ഞാൻ ബിഗ് ബോസ് വിന്നർ എന്ന് പറയാമോ? ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായി. അതായത് ഞാൻ ബിഗ് ബോസ് വിന്നർ പറയാന്ന് ഞാൻ ഇന്നലെ ബിഗ് ബോസിന്റെ ഏകദേശം ഒരു സംഭവം പറഞ്ഞപ്പോ ചിന്തിച്ചാൽ അവിടെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വൈകാൻ കാരണം അതുള്ളൂ. ആ സാധനം സെർച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് വൈകി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ആള് 3-ാം സ്ഥാനത്തേക്ക് പോയിക്ക. ആരെന്ന് പറയില്ല. ഫസ്റ്റ് നിന്ന ആള് 3-ാം സ്ഥാനത്തേക്ക് പോയി. അപ്പൊ ആ 3-ാം സ്ഥാനത്തേക്ക് പോയപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും 9-ാം തീയതി ഗ്രാൻഡ് ഫിനാലെ. ഈ 9-ാം തീയതി ഗ്രാൻഡ് ഫിനാലയുടെ ഇടയ്ക്ക് ഈ നിൽക്കുന്ന ആർക്കും ഇനി എങ്ങനെ കയറി വരണമെന്നുള്ള സാധനം അറിയാൻ പാടില്ല. അതായത് ഈ ലാസ്റ്റ് ഗെയിമിൽ എന്ത് കളിക്കണമെന്ന സാധനം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിം കണ്ടുപോർക്ക് തന്നെ പറ്റും. ഇല്ല, സത്യമായിട്ടില്ല. നിങ്ങൾ ഞാൻ തീർച്ചയായിട്ടും വേണം ഗെയിമിലില്ല. ആ ഗെയിമർ ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സമയത്ത് അല്ല അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെയും ഇന്ന് പറഞ്ഞേന്ന് പറയാൻ തരട്ടെ. അതായത് അത്രയും ഹൈപ്പിൽ നിന്ന ഒരാള് 3-ാം സ്ഥാനത്തേക്ക് ജിൻഡോയുടെ അറിവിൽ പോയ ആളാരാണ്? അല്ല അത് പറയാൻ പറ്റാത്ത കാര്യം അറിയോ. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഒരാഴ്ച വീണ്ടും ഒരു 10 സമ്മേളനം നടത്താം. അത് ഒരാഴ്ച കഴിഞ്ഞാൽ കറക്റ്റ് പറയാൻ പറ്റും. 9-ാം തീയതി നവംബർ 9-ാം തീയതി. അത് ഞാൻ എക്സാമ്പിൾ പറയട്ടെ. ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം എങ്ങനെ പറയട്ടെ. നിങ്ങളുടെ രീതിയിൽ സപ്പോർട്ട് ചെയ്യണ രീതി പറഞ്ഞുതരാം. അതായത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് കയറുമ്പോ തന്നെ ആരെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അവരോരോ ആൾക്കാർ ചെയ്ത് കയറ്റിക്കൊണ്ടിരും. പിന്നെ ആരാണ് ഹൈപ്പിൽ നിൽക്കണമെന്ന് അറിയാൻ പറ്റും. ആരാണ് ഹൈപ്പിൽ നിൽക്കണമെന്ന് അറിഞ്ഞിട്ട് ഇവര് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാ, അവൻ ജയിക്കുന്നു നമുക്ക് തോന്നിയിട്ട് അല്ലെങ്കിൽ അവൻ ജയിക്കുന്നു തോന്നിയിട്ട് നമ്മൾ അവരുടെ പ്രീതി പിടിച്ചു വെക്കണം. അതുകൊണ്ട് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ കൂടുതലായിട്ട് അവർ ജയിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണ്ട. എന്താ കാരണം അറിയോ, അതാണ് മലയാളീസിന്റെ ബുദ്ധി വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ തീരുമാനം എടുത്തിട്ട് ജയിപ്പിച്ചാളാം ഞാൻ. അല്ലാണ്ട് നിങ്ങൾ അതായത് അത് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി PR ചെയ്ത് ആരാന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുള്ളൂ. ഞാൻ നിങ്ങളെന്ന് പറയുള്ളൂ. സത്യം നിങ്ങൾ എന്നോട് ചോദിച്ചാ നിങ്ങൾ വേറെ PR എന്ന് വെച്ചാൽ ഇത് നിങ്ങളാണ്. അതായത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ കാണുന്ന സാധനം പറഞ്ഞുതരാം. അതായത് ഒരു മീഡിയാസ് പോലും എനിക്കെതിരെ പറയൽ കുറവാണ്. എനിക്ക് മൈനസ് പറയൽ കുറവാണ്. എനിക്കൊക്കെ പോസിറ്റീവായിട്ട് പറയണം. ഞാൻ ആർക്കെങ്കിലും നിങ്ങൾക്ക് പൈസ തന്നിട്ട് വേണ്ടെന്ന് സത്യം പറ. ഞാൻ ഒരാളോട് ഒരു ബിഗ് ബോസിൽ പോണ ഇതൊന്നും പറഞ്ഞു മനസ്സിലായോ. പക്ഷെ ഞാൻ 4 ചാനലിൽ ഇന്റർവ്യൂ എടുത്തിട്ട് പോയത്. അത് കൊടുക്കാൻ പാടില്ല, കൊടുത്തിട്ട് പോയി. ഞാൻ ബിഗ് ബോസിന്റെ കപ്പ് അടിച്ചിട്ടേ വരുള്ളൂ. അതെന്തുകൊണ്ടാ അറിയാം? അതുകൊണ്ടായിരിക്കും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ എല്ലാ ദിവസവും അവിടെ എണീറ്റ് പ്രാർത്ഥിക്കണുണ്ടോ? രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കും. എന്തായിരിക്കും പ്രാർത്ഥിക്കാം? കപ്പ് കിട്ടണം. നിങ്ങൾ അഭിപ്രായത്തിൽ അങ്ങനെയല്ലേ? കപ്പ് കിട്ടണമെന്നല്ല പ്രാർത്ഥിക്കാം. 100 ദിവസം നിൽക്കണേ ഒന്നല്ല ഞാൻ പ്രാർത്ഥിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന അറിയാം, നമ്മുടെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കപ്പെനിക്ക് കിട്ടി, ഇനി ഞാൻ ചെയ്യണമെന്ന്. കപ്പെനിക്ക് കിട്ടി, കപ്പെന്റെ കയ്യിലുണ്ട്. അതാണ് എന്റെ മൈൻഡ്. അത് നമ്മള് സാധനം നിങ്ങൾക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ അങ്ങനെ ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും.
പ്രകൃതിയോട് പറ. ഈ അനുമോള് നിങ്ങൾക്ക് ഇത്രയും സാധനം ആവശ്യമുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും പോവാണെങ്കിൽ ഉപദേശം എന്തായിരിക്കും കൊടുക്കുന്നത്? ഇവിടുന്ന് ആൾക്കാർ അതെ ഈ കൂട്ടത്തില് ഞാൻ നിങ്ങളോട് അല്ല ഈ കൂട്ടത്തില് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയാൽ ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. എന്താ കാരണം അറിയോ? അതായത് ആരും വോട്ട് ചെയ്യുന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എക്സാമ്പിൾ പറയാം, ഈ മീഡിയക്കാരെല്ലാവരും കൂടിയിട്ട് ഒരു നറുക്കിടാം. അതെന്താണ് ശരിയല്ലേ? ഒരു നറുക്കിടാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വിന്നർ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് ഈ യൂട്യൂബ് നിൽക്കുന്ന നിങ്ങള് ഈ മീഡിയാസാണ്, മറ്റേ മീഡിയാസ് അല്ല, ഈ മീഡിയാസാണ് ബിഗ് ബോസിന്റെ വിന്നർ തീരുമാനിക്കുന്നത്. ആണ് സത്യം. ചെലവുണ്ട്. ഞാനിത്